നമസ്കാരം. എന്റെ പേര് ശ്രീജ പ്രിയദർശനൻ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു കഥ പറയാം എന്ന മത്സരത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നത് തകഴിയുടെ കന്യക എന്ന ചെറുകഥയാണ്. ഒരു നൂറ്റാണ്ട് കാലത്തെ കേരളീയ സമൂഹത്തിന്റെ ജീവിതത്തിന് നേർക്കുപിടിച്ച കണ്ണാടിയായാണ് തകഴിയുടെ കഥകൾ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ചെറുവാചകങ്ങളിൽ വലിയ കഥകൾ പറയാനാകുമെന്ന് തെളിയിച്ച തകഴി സൃഷ്ടിച്ച കഥകളിൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന്റെ ഗന്ധവും നനവും ആവോളം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ലക്ഷണമൊത്ത ഒരു ചെറുകഥയാണ് കന്യക. ചെറുകഥയുടെ പാഠപുസ്തകമാകാൻ തികച്ചും യോഗ്യതയുള്ള ഒരു കഥ. കന്യകയിലെ നായിക നാട്ടിൻപുറത്തുകാരിയായ കുമാരി എന്ന കൗമാരക്കാരിയാണ്. ഈ കഥയുടെ തുടക്കത്തിൽ തകഴി നിർമ്മിക്കുന്ന അന്തരീക്ഷം തികച്ചും മനോജ്ഞമാണ്. ഒരു ഗ്രാമീണ പെൺകൊടി അന്നന്നത്തെ അന്നം നയിച്ചുണ്ടാക്കുന്നതിന്റെ വശ്യത വായനക്കാരന് പരിപൂർണമായും ഉള്ളിൽ കടക്കുമാറാണ് തകഴി എഴുതിയിരിക്കുന്നത്. കുമാരി പ്രായമായപ്പോൾ മുതൽ വീട്ടുചെലവിന്റെ ഒരു ഭാഗം അവൾ വഹിച്ചു പോന്നിരുന്നു. കണക്കുവച്ചല്ല, പോന്നു പോരാത്തത് അവളുടെ വകയാണ്. പോന്നു പോരാത്തതെന്ന് പറയുമ്പോൾ അത് നിസ്സാരമല്ല. ഏത് വീട്ടിലെയും പോന്നു പോരാത്തത് നല്ല ഒരു ചെലവിനമാണ്. കഥാനായികയെ അവതരിപ്പിക്കാൻ തകഴി കുറിച്ച വാക്യങ്ങൾ നോക്കുക. എത്രമാത്രം ചടുലമാണ്, ഒപ്പം ലളിതവും. നമ്മുടെ കഥാനായികയ്ക്ക് വിവാഹമായി. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. കഥയുടെ ക്രാഫ്റ്റിന്റെ വഴക്കം ശ്രദ്ധേയമാണ്. അയൽക്കാരി പാറുവിന്റെ ഭർത്താവ് കൊണ്ടുവന്ന വിവാഹാലോചന. കുമാരിയോട് ആരും ഒന്നും ചോദിച്ചില്ല. ഈ ഒരു ഭാഗത്ത് നാട്ടിൻപുറത്ത് സാധാരണ സംഭവിക്കാറുള്ള കെറിവുകളുടെ ചെറിയൊരു ഇഴ തകഴി അതിവിദഗ്ധമായി സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. പാറുവും അയലത്തെ മാധവിയും തമ്മിലുള്ള രസക്ഷയം. എന്തായാലും കുമാരി ഒന്നും പറയാതെ തന്നെ കല്യാണം നടന്നു. ഒരു നൂറ്റാണ്ട് മുൻപത്തെ സ്ത്രീകളുടെ അവസ്ഥയുടെ നേരെഴുത്ത്. കുമാരി ഭർത്താവ് നാരായണനൊപ്പം വിരുന്നു സൽക്കാരങ്ങൾക്ക് പോയി. രാവിലെ കാപ്പിക്ക് നനച്ച അവൽ, ഓട്ടട, പുട്ട്, അവലോസുണ്ട, പുഴുങ്ങിയ ഏത്തപ്പഴം, കള്ളപ്പം എല്ലാം ഉണ്ട്. വിളമ്പുന്നതെല്ലാം നാരായണൻ തിന്നു തീർക്കും. കഥയിലെ വിവരണമാണ്. കുമാരിക്ക് ആകെ നാണമായി. അധികമാകുന്നതിന് മുൻപേ കുമാരിയും നാരായണനും കുമാരിയുടെ വീട്ടിൽ വന്നു. പിറ്റേന്ന് നാരായണൻ പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ടും അയാൾ വന്നില്ല. കുമാരിയുടെ അമ്മ അവളോട് നാരായണനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. കുമാരി നിസ്സംഗമായി മറുപടി പറഞ്ഞു. കഥയുടെ വളർച്ച ചെറുവാക്യങ്ങൾ കൊണ്ട് എത്രമാത്രം സമൃദ്ധമായാണ് തകഴി നിർവഹിച്ചിരിക്കുന്നത്. ഒരു സങ്കീർണതയുമില്ലാത്ത രചനാതന്ത്രം. വീട്ടിൽ നിന്നും പഴയപടി കുമാരി ജോലിക്ക് പോയി തുടങ്ങി. വരുമാനം വീട്ടിൽ കൊണ്ടുകൊടുത്തു. നാട്ടിൻപുറമല്ലേ, ഭർത്താവകന്ന പെണ്ണിനെ കുറിച്ച് പല അവമതിയും കേട്ടു. കുമാരി അതൊന്നും ശ്രദ്ധിച്ചില്ല. കുമാരിയുടെ അച്ഛൻ മാധവും വിവാഹ ദലാൽ പാറുവിന്റെ ഭർത്താവും തമ്മിൽ വഴക്കായി. 500 രൂപയ്ക്ക് പുറമെ വിവാഹബന്ധം വേർപ്പെടുത്താൻ 1000 രൂപ കൂടി കൊടുക്കണം. 1500 രൂപ അവർക്ക് ചെലവുണ്ട്. ഒരു ദിവസം അവരുടെ വാക്കുതർക്കം വഴക്കോളമെത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമെന്ന നിലയിലായി. ആ ഒരു പശ്ചാത്തലത്തിലാണ് കഥ അതിന്റെ ഔന്നത്യത്തെ പുൽകുന്നത്. വളരെ ലാളിത്യത്തിൽ തുടങ്ങി വായനക്കാരിൽ ഉദ്യോഗം ജനിപ്പിച്ച് ഗമിക്കുന്ന കഥ അതുവരെ പരിപൂർണ നിശബ്ദയായിരുന്ന കുമാരിയുടെ ഒരു പ്രസ്താവനയിലൂടെ മറ്റൊരു ലോകത്തെ അനാവൃതമാക്കുകയാണ്. അതിങ്ങനെയാണ്. കുമാരി വാതുക്കൽ വന്നു നിന്നു. അച്ഛാ, ഞങ്ങള് തമ്മിൽ കല്യാണം നടന്നിട്ടില്ല. പിന്നെന്തിനാ കല്യാണം ഒഴിയുന്ന കാര്യം പറയുന്നേ? മാധുവിന് ദേഷ്യം വന്നു. ചൂലേ, കല്യാണം നടന്നില്ലെന്നോ? പിന്നെ എന്താ ഇവിടെ നടന്നേ? ഇല്ലച്ചാ, കല്യാണം നടന്നില്ല. ഒന്നും മനസ്സിലാകാതെ മാധു മിഴിച്ചു നിന്നു. പാറുവിന്റെ ഭർത്താവും മിഴിച്ചു നിന്നു. നാണിയും മിഴിച്ചു നിന്നു. കുമാരിയെ അധ്വാനശീലയും സമ്പാദ്യശീലയുമായി അവതരിപ്പിക്കുന്ന കഥയുടെ ആദ്യ ഭാഗത്ത് തികച്ചും ഗൂഢമായി വെച്ച കുമാരിയുടെ മനക്കരുത്തും ആർജവവും പെൺപെരുമയും കഥാന്ത്യത്തിലെ അവളുടെ ഒറ്റ വാക്യത്തിലൂടെ തകഴി വായനക്കാരിലേക്ക് പകർന്നു നൽകുകയാണ്. വിവാഹം എന്നത് പെണ്ണിന് എന്താണെന്ന വലിയൊരു ചോദ്യം അവശേഷിച്ച് അവസാനിപ്പിക്കുന്ന കന്യക എന്ന കഥ പക്ഷേ വായനക്കാരനെ അനവധിയായ ഉത്തരങ്ങളിലേക്ക് നടക്കാൻ പ്രേരിപ്പിക്കുന്നു. ചെറുകഥയുടെ ഛന്ദസ്സും അധികമാക്കാതെ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള തകഴിയുടെ പ്രതിഭയും കന്യക എന്ന ഈ പെൺപക്ഷ കഥയുടെ എടുത്തു പറയേണ്ടുന്ന മേന്മ തന്നെയാണ്. നന്ദി, നമസ്കാരം.